ചർച്ചകൾക്കിടെ ഏത് നിമിഷവും ബോംബാക്രമണം നടന്നേക്കാം. എന്നാലും സധൈര്യം മുന്നോട്ട് തന്നെ പോകും. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കിടയിലും ഏത് നിമിഷവും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടാമെന്ന കടുത്ത ഭയത്തിലാണ് തങ്ങൾ ചർച്ചകൾ നടത്തിയതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. അമേരിക്കയുടെ കനത്ത സൈനിക ശക്തികൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഒട്ടും ഭയമില്ലാതെ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഉറച്ചുനിന്ന ഇറാൻ ഭരണകൂടത്തിന്റെ അപാരമായ ധീരതയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. വെനിസ്വാലയെ പോലെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല ഇറാനെന്നും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുകുത്തില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. ഇറാന്റെ സ്റ്റേറ്റ് ലിങ്ക് മെഹർ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള നിരന്തരമായ സൈനിക ശക്തികൾക്കിടയിലും ഇറാൻ സംഘം ഒട്ടും പതറാതെ ചർച്ചകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള സംഭാഷണം അനുസ്മരിച്ചുകൊണ്ട് ആസന്നമായ മരണഭീതിയിൽ ചർച്ചകൾ നടത്തുന്നത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം അമേരിക്കൻ നയതന്ത്രജ്ഞനോട് ചോദിക്കുകയുണ്ടായി. മുഴുവൻ മീറ്റിംഗും ബോംബാക്രമണത്തിന് വിധേയമാകുമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് പോലെ നിങ്ങൾ പൊട്ടിത്തെറിച്ചേക്കാം, നശിപ്പിക്കപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, ഫോണിലൂടെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇത് അവസാനമാണ് തവണയായിരിക്കുമെന്നും നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എന്നും വിറ്റ്കോഫിനോട് ചോദിച്ചതായി അറാക്ചി വ്യക്തമാക്കി. ചർച്ചകളൊന്നും തന്റെ പ്രതിനിധി സംഘത്തിന് അത്തരം യാഥാർത്ഥ്യമായിരുന്നു. ആ സൈനിക ഭീഷണികൾ നിലപാട് നിയന്ത്രിക്കാൻ ഇറാൻ അനുവദിച്ചില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, കൈക്കൂലി കൊടുക്കാനും കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ആണവ സംബന്ധിയായ ചർച്ചകൾക്കിടയിലാണ് വിറ്റ്കോഫുമായുള്ള ആശയവിനിമയം ആരംഭിച്ചത്. തുടർന്ന് മസ്കറ്റ്, റോം, ജനീവ, പകരം ഏപ്രിലിൽ ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ ചർച്ചകൾ നടന്നു. നേരിട്ടുള്ള ടെക്സ്റ്റ് സന്ദേശത്തിലൂടെയും ഇരുപക്ഷവും ബന്ധം തുടർന്നു. സൈനിക സൂചിക മൂലം ഇറാൻ കീഴടങ്ങുമെന്ന അമേരിക്കയുടെ തെറ്റായ ധാരണയെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഇറാൻ വെനസ്വേലയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനിയൻ നേതൃത്വത്തിന്റെ തകർച്ചയുണ്ടാക്കാൻ കഴിയില്ലെന്നും ഓർമ്മിപ്പിച്ചു. ജോർദാനിലെ US സൈനിക ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണങ്ങൾ നടന്നു. ഇതിന് മറുപടിയായി ഗൾഫ് മേഖലയിലടക്കം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്നതിനിടയിലാണ് ഈ നയതന്ത്ര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഏത് വലിയ സൈനിക ശക്തിയെയും ഭയപ്പെടാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന് പോരാടാൻ ഇറാൻ കാണിക്കുന്ന ഈ ആത്മധൈര്യം ലോകരാഷ്ട്രങ്ങളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു, ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.